ഹലോ ഗായ്സ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. സോ ഈ വീഡിയോയിൽ നമുക്ക് എന്താണ് റിയാക്റ്റിൻ്റെ ഹുക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നോക്കാം. ഹുക്സ് എന്ന് പറഞ്ഞ ഫീച്ചർ റിയാക്റ്റിൽ 2019 വന്നൊരു ഫീച്ചറാണ്. സോ ഇത് റിയാക്റ്റിൻ്റെ 16.8 റിലീസിൻ്റെ മുകളിൽ മാത്രം കിട്ടുന്നൊരു ഫീച്ചറാണ്. സോ എന്തിനാണ് ഹുക്സ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയാക്റ്റിന് രണ്ട് ടൈപ്സ് ഓഫ് കോമ്പണൻ്റ് ഉണ്ട്. ഒന്ന് ഫങ്ഷണൽ കോമ്പണൻറ്റും മറ്റേത് ക്ലാസ് കോമ്പണൻറ്റും. റിയാക്റ്റിൻ്റെ ഒരുവിധം എല്ലാ മെയിൻ ഫീച്ചറുകളും എഴുതണമെങ്കിൽ നമുക്ക് ക്ലാസ് കോമ്പണൻറ്റ് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ലൈഫ് സൈക്കിൾ മെത്തേഡുകൾ എഴുതാനോ സ്റ്റേറ്റ് എഴുതാനോ, സോ അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കാനോ റെഫറൻസ് ഉപയോഗിക്കാനോ. സോ ഇത് രണ്ടും നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല, നമ്മളത് പിന്നീട് പറയുന്നതാണ്. സോ ഇങ്ങനത്തെ പല ഫീച്ചറുകൾക്കും റിയാക്റ്റിൻ്റെ ക്ലാസ് കോമ്പണൻറ്റുകൾ നമ്മൾ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ ഫങ്ഷണൽ കോമ്പണൻറ്റ് ജസ്റ്റ് റെൻഡറിങ് മാത്രമേ നടക്കത്തുള്ളൂ. അതിനകത്ത് കൂടുതൽ ഇത്തരം ഫീച്ചറുകളൊന്നും എഴുതാൻ പറ്റത്തില്ല. സോ റിയാക്റ്റ് ഹുക്സ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ് കോമ്പണൻറ്റിൽ എഴുതി കഴിഞ്ഞാൽ എല്ലാ ഫീച്ചറുകളും ഈ ഫങ്ഷണൽ കോമ്പണൻറ്റിലും കൂടി എഴുതാൻ സാധിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഹുക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഹുക്സിൻ്റെ കൺസെപ്റ്റ് നോക്കുന്നതിന് മുന്നേ എന്തുകൊണ്ട് ഈ പറയുന്ന ഫീച്ചറുകൾ ഫങ്ഷണൽ കോമ്പണൻറ്റുകളിൽ പറ്റിയിരുന്നില്ല എന്ന് നോക്കാം. ഓക്കെ, സോ ഈ ക്ലാസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷനുകൾ എഴുതാൻ പറ്റുന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ മൊത്തം ആക്സസ് ചെയ്യാവുന്ന വേരിയബിൾ നമുക്ക് ദിസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. സോ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ, അതായത് ഈ വെർച്വൽ ഡോമിനകത്ത് നമ്മളുടെ ഒരു എലമെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റാണ് അതിനകത്ത് റെഫറൻസായി കിടക്കുന്നത്. ഈ എലമെൻറ്റിനകത്ത് ഈ റെൻഡർ കൂടാതെ, സോ നമ്മൾ എഴുതുന്ന ഈ റെൻഡർ കൂടാതെ തന്നെ എല്ലാ ഫംഗ്ഷനുകളും ആ ഒബ്ജക്റ്റിൽ തന്നെ ഉണ്ടാവും. സോ അപ്പോൾ റിയാക്റ്റിന് എളുപ്പമാണ്. ഇത് മൗണ്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒബ്ജക്റ്റിലെ കമ്പണൻറ്റ് ഡിറ്റ് മൗണ്ടും അൺമൗണ്ടും വിളിച്ചാൽ മതി. അതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒബ്ജക്റ്റിനകത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചാൽ മതി. സോ റിയാക്റ്റിന് കുറച്ചും കൂടി എളുപ്പമുണ്ട്, കാരണം അതിനകത്ത് തന്നെ അവന് ഹാൻഡിൽ ചെയ്യേണ്ട വേരിയബിളും ഫംഗ്ഷനുകളും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ഫംഗ്ഷണൽ കോമ്പണൻറ്റിനകത്ത് ആ ഒരു റെൻഡർ മാത്രമേ ഉള്ളൂ, ബാക്കി ഫംഗ്ഷനുകൾ എഴുതാനുള്ളൊരു വകുപ്പില്ല. സോ അതുകൊണ്ടാണ് മെയിൻ ഫീച്ചറുകളെല്ലാം എഴുതണമെങ്കിൽ തന്നെ നമ്മൾ ക്ലാസ് കോമ്പണൻറ്റിനെ ആശ്രയിക്കേണ്ടി വന്നത്. സോ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കിയ എലമെൻറ്റിനകത്തേക്ക് നമുക്ക് ഫംഗ്ഷനുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ വേരിയബിളുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് ഫംഗ്ഷൻ കോമ്പണൻറ്റിനകത്തും നമുക്ക് ഈ ഫീച്ചറുകളൊക്കെ എനേബിൾ ചെയ്യാം. ആ ഒരു ഐഡിയയിലാണ് ഇവർ ഹുക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ ഹുക്സ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫീച്ചർ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറാണ്. ക്ലോഷർ എന്ന് പറഞ്ഞ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് തന്നെ, അതായത് നമുക്കൊരു ഫംഗ്ഷൻ അകത്ത് തന്നെ വേറെ ഫംഗ്ഷനുകൾ എഴുതാൻ പറ്റും. ഇതിനകത്ത് നിന്ന് തന്നെ ഈ ഫംഗ്ഷൻ്റെ പുറത്തുള്ള വേരിയബിൾ ആക്സസ് ചെയ്യാനും പറ്റും. ഈ ഒരു ഫീച്ചറാണ് ബേസിക്കലി ഹുക്ക് ഉപയോഗിക്കുന്നത്. സോ അതായത് നമ്മൾ ഇതിനകത്ത് എഴുതുന്ന ഫംഗ്ഷനുകളും വേരിയബിളുകളും ഈ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്ലാസ്സിലുള്ള എല്ലാ ഫീച്ചറുകളും ഈ ഫംഗ്ഷനുകൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതിന് റിയാക്റ്റ് കുറച്ച് APIs തരുന്നുണ്ട്. ആ APIസിൻ്റെ പേരാണ് ഹുക്സ്. ബേസിക്കലി റിയാക്റ്റ് ഹുക്സിൻ്റെ ഒരു 10 APIs തരുന്നുണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ മൗണ്ട് അൺമൗണ്ട് അപ്ഡേറ്റ് ലൈഫ് സൈക്കിളുകൾ സ്റ്റേറ്റുകൾ ഇതൊക്കെ നമുക്ക് ഫംഗ്ഷൻ കോമ്പണൻറ്റുകളും വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു പെട്ടെന്നൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റിയാക്റ്റിൻ്റെ യൂസ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് നോക്കാം. ഇത് നമ്മുടെ കോമ്പണൻറ്റ് ഡിറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷന് തുല്യമായിട്ടൊരു ഫംഗ്ഷനാണ്. സോ നമ്മൾ അതിനകത്തൊരു ഫംഗ്ഷൻ പറഞ്ഞു കൊടുക്കുക. ഈ യൂസ് എഫക്റ്റ് എന്ന് പറഞ്ഞ API നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടുള്ള ഈ ഫംഗ്ഷൻ ആ എലമെൻറ്റിൽ കൊണ്ടുപോയിട്ട് ഹുക്ക് ചെയ്യും. എന്നിട്ട് എപ്പോഴൊക്കെ ഈ എലമെൻറ്റ് റെൻഡർ ചെയ്യുന്നോ ആ സമയത്തൊക്കെ ഈ ഫംഗ്ഷൻ വിളിക്കും. സോ ഇത് ബേസിക്കലി നമ്മളുടെ കോമ്പണൻറ്റ് ഡിറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ലൈഫ് സൈക്കിൾ മെത്തേഡിന് തുല്യമാണ്. ടൈറ്റിൽ പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, ലിസ്റ്റ് ഐറ്റത്തിനകത്തോട്ട് എന്ത് അപ്ഡേറ്റ് വരുമ്പോഴും അതിനനുസരിച്ചിട്ട് ആ ലോഗ് ഇവിടെ പ്രിൻ്റ് ചെയ്യും. ഇത് പെട്ടെന്നൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് ഓരോ ഹുക്കും ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസിൽ നോക്കാം. ഓക്കെ, യൂസ് എഫക്റ്റ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് കണ്ടു. അത് കോമ്പണൻറ്റ് ഡിറ്റ് അപ്ഡേറ്റിന് ഉപയോഗിക്കുന്നതാണ്. സോ ഇത് തന്നെയാണ് കോമ്പണൻറ്റ് വിൽ അൺമൗണ്ടിനും കോമ്പണൻറ്റ് ഡിറ്റ് മൗണ്ടിനും ഒക്കെ ഈ ഒരു ഹുക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ അതുപോലെ തന്നെ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ ക്ലാസ്സിൽ നമ്മൾ ദിസ് ഡോട്ട് സ്റ്റേറ്റും സെറ്റ് സ്റ്റേറ്റുമാണ് ഉപയോഗിക്കുന്നത്. സോ അതുപോലെ തന്നെ ഈ ഫംഗ്ഷണൽ കോമ്പണൻറ്റിനകത്ത് നമ്മൾ യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഹുക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്സ് പോലെ തന്നെ ഡാറ്റ പാസ് ചെയ്യാനുള്ളൊരു വേറൊരു കൺസെപ്റ്റാണ്. നമ്മളിതുവരെ നോക്കിയിട്ടില്ല. സോ അത് നമ്മൾ ഈ ഹുക്ക് പഠിക്കുമ്പോൾ നമുക്കതും നോക്കാം. സോ പിന്നെ ബാക്കി ഇത്രയും ഹുക്കുകൾ. സോ നമ്മളിതിൽ എല്ലാ ഹുക്കുകളും തന്നെ ഇനി വരുന്ന വീഡിയോസിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഹുക്കുകൾ കൂടാതെ നമുക്ക് ഈ ഹുക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനായിട്ടുള്ള ഹുക്കുകൾ വേറെ അഡീഷണലായിട്ട് എഴുതാം. സോ അതിനെയാണ് കസ്റ്റം ഹുക്ക് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചും നമുക്കിനി വരുന്ന വീഡിയോസിൽ കവർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഹുക്സ് എഴുതാനുള്ള റൂൾസുകൾ നോക്കാം. ഓക്കെ, അതിൽ മെയിനായിട്ടൊരു റൂളാണ് ഹുക്സ് എപ്പോഴും ഒരു ഫംഗ്ഷൻ്റെ ടോപ്പ് ലെവലിൽ തന്നെ എഴുതണം. അതായത് ഒരു ഹുക്ക് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫംഗ്ഷൻ്റെ ഉള്ളിലോ ലൂപ്പിനകത്തോ കോൾ ബാക്ക് ആയിട്ടോ ഒന്നും കൊടുക്കരുത്. ആ ഫംഗ്ഷൻ്റെ ടോപ്പ് ലെവലിൽ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഡിക്ലറേഷനൊക്കെ താഴ്ത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മുന്നേ അവിടെയാണ് നമ്മൾ ഹുക്ക് എഴുതാറുള്ളത്. ഓക്കെ,
സോ അതാണ് ആദ്യത്തെ റൂള്. പിന്നത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുക്ക് എപ്പോഴും ഈ ഫങ്ഷണൽ കോമ്പണൻറ്റിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ ക്ലാസ് കോമ്പണൻറ്റുകളിൽ പോയിട്ട് ഹുക്ക് എഴുതി കഴിഞ്ഞാൽ അവൻ എറർ അടിക്കും, അത് സമ്മതിക്കത്തില്ല. അപ്പോൾ ഹുക്ക് എപ്പോഴും ഫങ്ഷണൽ കോമ്പണൻറ്റിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഫങ്ഷണൽ കോമ്പണൻറ്റിലല്ലാണ്ട് ഹുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റം ഹുക്കാണ്. കസ്റ്റം ഹുക്ക് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഫംഗ്ഷനുകളായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കസ്റ്റം ഹുക്കുകൾ എഴുതുമ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഹുക്കുകൾ എഴുതാം. അവിടെ ഹുക്കുകൾ എഴുതുമ്പോഴും ഇതേ റൂൾസ് തന്നെയാണ്, ഈ ടോപ്പ് ലെവലിൽ തന്നെ ഇരിക്കണം. ലൂപ്പിനകത്തോ കണ്ടീഷൻസിനകത്തോ ഒന്നും കൊടുക്കാൻ പാടത്തില്ല. ഓക്കെ. പിന്നെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റം ഹുക്കുകൾ എഴുതുമ്പോൾ എപ്പോഴും യൂസ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്നും തുടങ്ങാൻ ശ്രദ്ധിക്കണം. സോ ഇതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലിൻഡറുകൾക്കൊക്കെ നമ്മൾ എഴുതിയ ഹുക്ക് കറക്റ്റ് ആണോ എന്ന് വാലിഡേറ്റ് ചെയ്തിട്ട് നമുക്ക് എറർ കാണിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടീഷനകത്തോ ലൂപ്പിനകത്തൊക്കെ ഹുക്ക് എഴുതി കഴിഞ്ഞാൽ ഇവൻ ഈ വാണിംഗ് കാണിക്കുന്നത് ഈ യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേർഡ് നോക്കിയിട്ടാണ്. സോ ഇത്രയും റൂളുകളാണ് ഹുക്ക് എഴുതാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഹുക്സിൻ്റെ ഗുണങ്ങൾ നോക്കാം. അതിൽ ഫസ്റ്റ് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫങ്ഷണൽ കോമ്പണൻറ്റുകളിൽ തന്നെ നമുക്ക് എല്ലാ ഫീച്ചറും എഴുതാൻ പറ്റുന്നതാണ് എൻ്റെ ആദ്യത്തെ ഗുണം. സോ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൽ തന്നെ ഫങ്ഷണൽ കോമ്പണൻറ്റും ക്ലാസ് കോമ്പണൻറ്റും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഹുക്കില്ലാത്ത സമയത്ത് ഏതെങ്കിലും ഒരു ഫങ്ഷണൽ കോമ്പണൻറ്റിൽ നമുക്ക് സ്റ്റേറ്റ് കൊണ്ടുവരണമെങ്കിൽ അത് നമ്മൾ ആദ്യം ക്ലാസ് കോമ്പണൻറ്റ് ആക്കിയിട്ട് വേണം അത് എഴുതണമെങ്കിൽ. സോ ഇപ്പോൾ ഹുക്ക് കൂടുന്ന സ്ഥിതിക്ക് നമുക്ക് അതൊന്നും ആവശ്യമില്ല. നമുക്ക് കോഡ് റീഫാക്ടർ ചെയ്യാണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഹുക്ക് വെച്ചിട്ട് നമുക്ക് ആ ലോജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ. പിന്നത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് കോമ്പണൻറ്റിൽ നമ്മൾ ഇതുവരെയുള്ള എക്സാമ്പിളുകളിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ടാവും ദിസ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. അത് മെയിനായിട്ട് ക്ലാസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അത് സോൾവ് ചെയ്യാൻ മെത്തേഡുകളുണ്ട്, പക്ഷേ അങ്ങനത്തെ ഒരു ഇഷ്യൂവും ഈ ഫങ്ഷണൽ കോമ്പണൻറ്റിൽ ഉണ്ടാവത്തില്ല. പിന്നെ ഒരു മേജറായിട്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഡ് റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ് കോമ്പണൻറ്റിനകത്ത് നമ്മൾ ഈ കോമ്പണൻറ്റ് ഡിഡ് മൗണ്ടിനകത്തൊരു കോഡ് എഴുതി കഴിഞ്ഞാൽ അത് വേറൊരു കോമ്പണൻറ്റിനകത്തും അതേ കോഡ് തന്നെയാണ് വേണ്ടെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഹുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു യൂസ് എഫക്റ്റിനകത്ത് എഴുതിയ കോഡ് നമുക്കൊരു കസ്റ്റം ഹുക്കായിട്ട് മാറ്റി എഴുതുകയാണെങ്കിൽ ആ കസ്റ്റം ഹുക്ക് നമുക്ക് ഏത് കോമ്പണൻറ്റിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. സോ അങ്ങനെ കോഡ് റീയൂസബിലിറ്റി, അതായത് സ്റ്റേറ്റ് ഉപയോഗിച്ചിട്ടുള്ള കോഡായാലും ലൈഫ് സൈക്കിൾ ഉപയോഗിച്ചിട്ടുള്ള കോഡായാലും റീയൂസ് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന ഹുക്ക് കൊണ്ട് സാധിക്കും. ഇനി നമ്മൾ ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹയർ ഓർഡർ കോമ്പണൻറ്റ്സ് എന്ന് പറഞ്ഞ കുറച്ച് കൺസെപ്റ്റുകൾ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റിഡക്സ് പഠിക്കുമ്പോൾ പഠിക്കാം. സോ അത്തരം കോമ്പണൻറ്റുകൾ നമ്മുടെ കോഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കും. ക്ലാസ് കോമ്പണൻറ്റുകൾ എഴുതുമ്പോൾ ഒരുപാട് ഹയർ ഓർഡർ കോമ്പണൻറ്റുകൾ വരാം. പക്ഷേ ഫങ്ഷണൽ കോമ്പണൻറ്റുകൾ എഴുതുമ്പോൾ ഈ ഹയർ ഓർഡർ കോമ്പണൻറ്റ് നമുക്ക് തീരെ ഇല്ലാണ്ട് തന്നെ കോഡ് എഴുതാൻ പറ്റും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ റിഡക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കത് ആ ഹയർ ഓർഡർ കോമ്പണൻറ്റുകൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അപ്പോൾ നോക്കാം. സോ ഇതൊക്കെയാണ് ജനറലി ഹുക്ക് ഉപയോഗിക്കുമ്പോൾ അഡ്വാൻറ്റേജ്. സോ ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ വലിയ അഡ്വാൻറ്റേജുകളാണ് ക്ലാസ് കോമ്പണൻറ്റ് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. നമ്മൾ ഫങ്ഷണൽ കോമ്പണൻറ്റിൽ ഹുക്ക് എഴുതിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തിരിച്ച് ക്ലാസ് കോമ്പണൻറ്റിലോട്ട് പോകത്തില്ല. സോ അത്രയും ഗുണമാണ് ഈ ഹുക്സ് കൊടുത്തിരിക്കുന്നത്. സോ മിക്കവാറും ഇപ്പോൾ ഒരുവിധം എഴുതുന്ന എല്ലാ പുതിയ കോമ്പണൻറ്റുകളും, മിക്കവാറും നല്ല ഡെവലപ്പേഴ്സ് ചെയ്യുന്ന എല്ലാ പുതിയ കോമ്പണൻറ്റുകളും ഫങ്ഷണൽ കോമ്പണൻറ്റ് വിത്ത് ഹുക്സ് ആയിരിക്കും. സോ അതുകൊണ്ട് ഹുക്സ് പഠിക്കുന്നത് റിയാക്റ്റ് പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. സോ അത്രയുള്ള വീഡിയോയിൽ ഓരോ ഹുക്കിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ തീർച്ചയായും വരുന്ന വീഡിയോയിൽ കാണുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഉപയോഗപ്പെടും എന്ന് തോന്നുന്നവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കണ്ടൻറ്റ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.